സമയം തെളിയുന്നത് ആലോചിക്കുകയാണ് കേട്ടോ ഞാൻ. നമ്മൾ ഈ അടുത്ത് വൈറലായ കുംഭമേളയിൽ വൈറലായ മൊണാലിസ അല്ലേ, ഒരു പാവപ്പെട്ടടുത്ത് ഉള്ള ഒരു കുട്ടിയാണല്ലേ മൊണാലിസ. എല്ലാവർക്കും അറിയാം, മാല വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന മൊണാലിസ ഇന്ന് ആരായി? അപ്പം ഞാൻ പറയുന്നത്, ബോച്ചെ ഇതിനു മുമ്പ് ചെയ്ത ഉദ്ഘാടനങ്ങൾക്കെല്ലാം അതീതമായിട്ട് മൊണാലിസയെ വെച്ചിട്ടുള്ള ഉദ്ഘാടനമാണ് ഏറ്റവും സൂപ്പറായത് എന്ന് പറയാം. ബോച്ചെ ഇനി വരുന്ന ഉദ്ഘാടനങ്ങളിലെല്ലാം ഇതേപോലത്തെ വൈറൽ ആയതോ അല്ലാത്തതോ ആവട്ടെ, ഞാൻ പറയുന്നത് ശരീരഭാഗങ്ങൾ വെളിപ്പെടുത്താത്ത സ്ത്രീകളെ കൊണ്ടുവന്നിട്ട്, സ്ത്രീകൾ തന്നെ വേണം എന്ന് ബോച്ചയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കാത്ത ആളെ കൊണ്ടുവന്നിട്ട് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഹണി റോസിന് ഒരു തിരിച്ചടിയാണ് അല്ലേ? കാരണം അത്രമാത്രം കോഴിക്കോടിൻ്റെ മണ്ണിൽ മൊണാലിസ വന്നിട്ട് ആൾക്കാരുടെ സ്നേഹപ്രകടനങ്ങൾ ഭയങ്കര ക്രൗഡായിട്ട്, എന്താ പറയുക, ഇതെല്ലാം കാണുമ്പോൾ ഹണി റോസിന് നെഞ്ഞുവേദന എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതില്ല. അപ്പം നമ്മൾക്ക് മൊണാലിസ വന്ന് ഇറങ്ങുന്നതായിക്കോട്ടെ, സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യുന്നതായിക്കോട്ടെ, ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. आपका तरीका, आपकी ह्यूमैनिटी मेरे लिए प्रेरणा है। मैंने इस वायरल गर्ल को कुंभ मेले से निकालकर बॉलीवुड में लाने की कोशिश की है। आप सब लोग आशीर्वाद दीजिए इस बच्चे के भविष्य के लिए, ताकि देश के लिए एक मिसाल बन सके, आइकॉन बन सके देश के लिए, कि बहुत निचले स्तर से भी उठकर लोग आगे बढ़ सकते हैं, काम कर सकते हैं। बहुत बहुत धन्यवाद, थैंक यू सो मच। സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്. ഓക്കെ, മൊണാലിസ കളക്ഷൻ അണിഞ്ഞിരിക്കുകയാണ്. ആൻഡ് സൂപ്പർ ആൻഡ് ബെറ്റർ ഐറ്റം. ചേച്ചി ഇങ്ങോട്ട് തിരിഞ്ഞേക്കോ. ഓക്കെ, നമ്മുടെ മൊണാലിസ കളക്ഷൻ അണിഞ്ഞിരിക്കുകയാണ്. ബോച്ചയെ പോലെ ബോച്ച മാത്രം, അതാണ് ഇതിലൂടെ ബോച്ചയെ തെളിയിക്കുന്നത്. കാരണം മൊണാലിസയെ പോലെ ജസ്റ്റ് ഒന്ന് വൈറലായ ഒരു കുട്ടിയാണ് മൊണാലിസ അല്ലെ, എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കുട്ടിയെ വെച്ചിട്ട് എല്ലാവരും പറയുന്നത് ഇതൊരു പ്രതികാരമാണോ ഹണി റോസിനോട് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ പറയുന്നത് സൂപ്പറാണ്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ എന്നത്തെക്കാട്ടിലും. കാരണം ബാക്കും മുമ്പും ഉന്തികൊണ്ട് ഉന്തി വരുന്ന സ്ത്രീകളെക്കാട്ടിലും നടിമാരെക്കാട്ടിലും എത്രയോ ഭേദമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ സന്തോഷം. കീപ് ഇറ്റ് അപ്പ് ബോച്ചെ, അതാ എൻ്റെ വക. ഭയങ്കര സന്തോഷം. കാരണം ഇവിടുന്ന് അങ്ങോട്ട്
കേരളീയരെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് മൊണാലിസ പറയുന്നുണ്ട്. തിരിച്ച് ഇനിയും കേരളത്തിലോട്ട് ഞാൻ വരും എന്നും പറയുന്നുണ്ട്. സിനിമയിൽ ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും കേരളത്തിൽ വന്നിട്ട് നല്ല മലയാള പടം എടുക്കുമെന്നും മൊണാലിസ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ബോച്ച ഇതിനു മുമ്പ് പിന്നെ മറഡോണയെ കൊണ്ടുവന്നല്ലേ, അങ്ങനെ നമ്മളെ ഇങ്ങനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഭയങ്കര പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഓരോ ഉദ്ഘാടന വേളകളിലും ബോച്ചെ ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇനി ആ മുമ്പും ബാക്കും ഉന്തി നിൽക്കുന്നവരെ കൊണ്ടുവരാണ്ട്, പാഠം പഠിച്ചില്ലേ, അപ്പൊ ഇനി കൊണ്ടുവരാണ്ട് ഇതേപോലെയുള്ള അടിപൊളി ഉദ്ഘാടനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബോച്ചയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ, അത്രേ പറയാനുള്ളൂ. നമ്മൾക്ക് എന്തായാലും ആ വീഡിയോ എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. നല്ല മൊഞ്ചത്തി മോളാണ് അല്ലേ മൊണാലിസ. നല്ല നക്ഷത്ര കണ്ണുകളുള്ള, നല്ല ചിരിയുള്ള, നല്ല കുഞ്ഞു മോളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ മോളെ കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയാ, ഒരു എടുത്തു പിടിച്ചിട്ടുള്ള അങ്ങനത്തെ ഒന്നുമില്ല. എന്താ അതിന് പറയല്ലോ, ഗമ, അല്ലെങ്കിൽ നമ്മളെവിടെ നാട്ടിൽ പറയും തണ്ട് എന്ന് പറയും. നിങ്ങളെങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര തണ്ടാണല്ലോ അവൾക്ക് എന്നെല്ലാം പറയുവേ. പക്ഷെ അതൊന്നുമില്ല, ഒരു കുഞ്ഞുകുട്ടി, ഒരു പാവം കുട്ടി അല്ലേ, ഒരു പാവം മോള്. അപ്പൊ അതിൻ്റെ ഭാഗ്യം തെളിഞ്ഞതൊന്ന് നോക്കിയാ നിങ്ങള്. എവിടെ കിടക്കുന്ന ഒരു കുട്ടിയാണ് പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിട്ട് അതിൻ്റെ തലവര തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ അല്ലേ. നമ്മൾ കുപ്പത്തൊട്ടിയിലായിരിക്കും, നമ്മൾ പുച്ഛിച്ച് തള്ളുന്നവരായിരിക്കും. അതാണ്, പുച്ഛിച്ച് തള്ളുന്നവരെ പെട്ടെന്നായിരിക്കും മേലെ ഉയർത്തുന്നത് പടച്ചോന്. അപ്പോൾ ഒരാളെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് കേട്ടോ. പക്ഷെ ബോച്ചയുടെ അടുത്ത് നിന്നും പെരുമാറ്റത്തിൽ നിന്നും നമ്മളും ഒരു പാഠം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം കേട്ടോ. ബോച്ചയ്ക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സിനിമാ നടിയെ കൊണ്ടുവരാമായിരുന്നു. വെറും സോഷ്യൽ മീഡിയ വഴി വൈറലായ മൊണാലിസയെ തന്നെ വേണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ബോച്ചയെ നല്ല മനുഷ്യനാക്കി കാണുന്നത് അവിടെയാണ്. വെൽഡൻ ബോച്ചെ, കീപ് ഇറ്റ് അപ്പ്. ഇനിയും ഇതുപോലുള്ള വൈറൽ ഉദ്ഘാടനങ്ങൾ നമ്മൾ കാണാനായി കാത്തിരിക്കുന്നു. പിന്നെ എല്ലാവരും, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ചങ്കുകളോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ കണ്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഛേദമില്ലാത്ത ഞങ്ങൾക്ക് തരുന്ന ഒരു ഉപകാരമാണ് നിങ്ങളെന്ത്, ഒരു ലൈക്ക്. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന രീതിയിൽ ഒരു ഷെയർ. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടാവും. അപ്പം അവരെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊന്ന് അടിച്ചവിടെ ഉണ്ട് പൊട്ടിച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ ഇതിനായിട്ട് കുത്തിരിക്കുന്ന ഒരുത്തിയാന്ന് നിങ്ങൾക്കറിയാം. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ. നല്ല റെസിപ്പികൾ ഉണ്ടാവും, നല്ല പാഠഭാഗങ്ങൾ ഉണ്ടാവും, നല്ല മോട്ടിവേഷണൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പം അതെല്ലാം കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ടില്ലാണ്ട് നമ്മളൊന്നും വളരൂലടേ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം.